ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ആശംസിക്കട്ടെ. നമ്മുടെ മതവും ആത്മീയതയെല്ലാം കുറേയൊക്കെ ആഘോഷത്തിൻ്റെ ഒരു തലത്തിൽ നിൽക്കുന്നതാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു ദിനമാണ് നമ്മുടെ ഓശാന. അതൊരു ആത്മീയമായ ആഘോഷത്തേക്കാൾ അപ്പുറം തങ്ങളുടെ ആശ്രയവും ആലംബവും എല്ലാം നീയാണെന്ന് വിളിച്ചു പറയുന്ന ഒരു ജനത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആർപ്പുവിളിയാണ് ഓശാന. കർത്താവേ, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ. അതുതന്നെയാണ് ആ വാക്കിൻ്റെ അർത്ഥവും. പഴയ നിയമത്തിൻ്റെ ചരിത്രം പശ്ചാത്തലം നമുക്ക് പരിശോധിക്കുമ്പോൾ സോളമൻ രാജാവ് ഒരു കഴുതപ്പുറത്ത് ഇങ്ങനെ ഇസ്രായേൽക്കാരുടെ ഓശാന വിളികളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് കടന്നു വരും നമ്മൾ കാണും. അതുകൊണ്ട് പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കണം ഈശോയും ഞങ്ങളെ ഇങ്ങനെ പൊളിറ്റിക്കലായിട്ട് ലിബറേറ്റ് ചെയ്യാൻ വരുന്ന ഒരു രാജാവാണ് അവൻ. യഹൂദരുടെയും റോമാക്കാരുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന യഹൂദ ജനത്തെ വിടുവിക്കാൻ വരുന്ന ഒരു രാജാവിനെ കണക്കെയാണ് അവർ ഈശോയെ കണ്ടിരുന്നത് തന്നെ. അതുകൊണ്ടാണ് അവർ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന, നീ ഞങ്ങളെ രക്ഷിക്കാൻ വരുന്നവനാണെന്ന് അവർ വിളിച്ചു പറഞ്ഞിരുന്നത്. കർത്താവേ, നീ ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണം. അതുകൊണ്ടാണ് അവരുടെ വസ്ത്രങ്ങളൊക്കെ അവർ ആ വഴിയിൽ വിരിച്ചിരുന്നത്. ഞങ്ങളുടെ ഈ തകർന്ന ജീവിതത്തിന്റെ മുകളിലൂടെ, ഞങ്ങളുടെ കണ്ണുനീരിന്റെ മുകളിലൂടെ, ഞങ്ങളുടെ ദാരിദ്ര്യം നിറഞ്ഞ ആത്മാവിന്റെ മുകളിലൂടെ എല്ലാം നീ നടന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന വലിയൊരു ആർപ്പുവിളിയാണ് ആ ജനത്തിന്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. ഒരുപാട് ചിത്രങ്ങൾ ഈ ഓശാനയിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഒരു കഴുതക്കുട്ടിയുടെ പുറത്തിരുന്ന് വരുന്ന ഈശോയെ കാണുമ്പോൾ വലിയൊരു വിജയശ്രീലാളിതനായി വരുന്ന ഒരു ഈശോ. നമ്മുടെ ഈ തൊട്ടടുത്ത് നടന്ന സംഭവങ്ങളുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വലിയ വേൾഡ് കപ്പൊക്കെ നേടി നമ്മുടെ ഇന്ത്യൻ നായകനായ ധോനി നടന്നു വരുന്നത് പോലെ, അല്ലെങ്കിൽ അർജന്റീനയുടെ നായകനായ മെസ്സി നടന്നു വരുന്നത് പോലെ വലിയൊരു ആരവത്തിന്റെ ആഘോഷത്തിന്റെ മറവിലാണ്, ആ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഈശോ നടന്നു വരുന്നത്. ഈ ഒരു നടന്നു വരലിൽ തന്നെ ആ ജനം തങ്ങളുടെ വലിയ ആശകളെയും പ്രതീക്ഷകളൊക്കെ സമർപ്പിക്കാം. ഓശാന തിരുനാളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 2 കൊച്ചു സന്ദേശങ്ങളാണ്. ഒന്നാമത്തെ സന്ദേശം ഇതാണ്: ഇതൊരു പ്രാർത്ഥനയേക്കാളപ്പുറം, ഒരു വലിയ നിലവിളികളേക്കാളപ്പുറം നന്ദിയോടെ മാത്രമേ ഈ തിരുനാളിൽ നമുക്കായിരിക്കാനായിട്ട് സാധിക്കൂ. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ വഴികളിൽ, നമ്മുടെ നൊമ്പരങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ ദൈവത്തെ വിളിച്ചു വരുത്തി നമ്മുടെ വേദനകളുടെ മുകളിലേക്ക് അവൻ നടന്നു വരുന്ന ഒരു അനുഭവം ഈ ഓശാന തിരുനാളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ. ഇസ്രായേൽ ജനം അവരെ പൊളിറ്റിക്കലായി രക്ഷിക്കാൻ വന്ന ഒരു മിശിഹ എന്നതിനേക്കാൾ അപ്പുറം കുരിശിൽ ഞങ്ങളെ രക്ഷിക്കാൻ വരുന്ന ഒരു മിശിഹായാണ് അവനെന്ന് ഒരിക്കലും അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മുകളിലൂടെ അവൻ നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ നമ്മെ രക്ഷിക്കാൻ വരുന്ന ഒരു ഈശോ ആണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടോ? അതോ കുറെ നിയോഗങ്ങളുടെ നിലവിളികൾ മാത്രമാണോ നമ്മുടെ പ്രാർത്ഥന? എനിക്ക് തോന്നുന്നത് ഈ ഓശാന എന്നുള്ള തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇത് ഒരു സ്തുതിയുടെ കീർത്തനമായിട്ട് മാറണം. അതുകൊണ്ടാണ് യേശയ്യാ പ്രവചനത്തിലൊക്കെ അവിടുന്ന് പറയുന്നുണ്ടല്ലോ, കർത്താവ് എന്നെ സ്തുതിയുടെ മേലങ്കി അണിയിച്ചു. ഈ സ്തുതിയുടെ മേലങ്കിയായിട്ട് ഈ ഓശാനയൊക്കെ മാറണം. കർത്താവ് നീ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇതൊരു ആത്മീയതയുടെ ആഘോഷമായിട്ട് മാറണം. ഈ ആഫ്രിക്കൻ ജനതയൊക്കെ എങ്ങനെയാണ്, അവരുടെ കുർബാനയിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഒരു വലിയ സന്തോഷത്തോടെ കാഴ്ച സമർപ്പണമൊക്കെ നടത്തുമ്പോൾ ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടൊക്കെ പാടി കർത്താവേ നീ ഞങ്ങളുടെ രക്ഷകനാണ്. അതൊരു നന്ദിയുടെ പ്രകടനമായിട്ടാണ് ബലിയർപ്പണം. നമുക്കറിയാം, വിശുദ്ധ കുർബാന, യുക്കരിസ്ത്യ, താങ്ക്സ് ഗിവിങ് എന്ന് തന്നെയാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റാറുണ്ട്. നമ്മുടെ കണ്ണുകൾ ഇനിയും നന്ദിയോട് നിറയുന്നില്ല. നമ്മുടെ കരങ്ങളും അങ്ങനെ കൂപ്പാനായിട്ട് വലിയ മടിയുള്ള വ്യക്തികളാണ് നമ്മളൊക്കെ. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ജീവിതത്തിൽ ദാനമായിട്ട് കിട്ടിയതല്ലാതെ നമുക്കൊന്നും സ്വന്തമായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറേയും കൂടെ കൃതജ്ഞത നിറഞ്ഞൊരു തിരുനാളായിട്ട് ഈ ഓശാന മാറട്ടെ എന്നുള്ളതാണ് ഒന്നാമത്തെ സന്ദേശം എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവരുടെ മുൻപിൽ ശിരസ് താഴ്ത്താതെ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവം, നമ്മുടെ സങ്കടങ്ങളുടെയും വേദനകളുടെയും നമ്മെ കൈവിടാത്തൊരു കർത്താവ്. വിശുദ്ധ ഭാരത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അവൻ്റെ ഓരോ പെസഹ രഹസ്യങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളെ അത്രയേറെ സ്നേഹിച്ചുകൊണ്ട് ഈ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ഒരു കർത്താവ് അവൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ ഓശാന നിലവിളികൾ നന്ദിയുടെ നിലവിളികളായി, കൃതജ്ഞതയുടെ സ്തുതികീർത്തനങ്ങളായി ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കട്ടെ. ഈ ഓശാന തിരുനാൾ നമുക്ക് തരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട സന്ദേശം എന്നുള്ളത്, കഴുതയുടെ പുറത്താണ് ഈശോ കടന്നു വരുന്നത്. വളരെ വിനയത്തിന്റെ പ്രതീകമായ സമാധാനത്തിന്റെ രാജാവായിരുന്നു അവിടെ. അതുകൊണ്ടാണ് കഴുതയുടെ പുറത്ത് ഈശോ കടന്നു വരുന്നത്. എനിക്ക് തോന്നുന്നു കഴുതയുടെ പുറത്ത് ഈശോ കടന്നു വരുമ്പോൾ കഴുതയെ പറ്റിയിട്ടുള്ള ഒരു സുവിശേഷത്തിൽ പറയുന്ന ഏറ്റവും വലിയ സവിശേഷത, നിങ്ങൾ ചെന്നിട്ട് കഴുതയെ അയച്ചുകൊണ്ടിരുമ്പോൾ എൻ്റെ അമ്മയെ കൂടെ കാണും, എൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ടുവരണം, ഒറ്റയ്ക്ക് കൊണ്ടുവരരുത്. ഒരു കരുതലിൻ്റെ മനസ്സ് എപ്പോഴും ഈശോ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കരുതലിൻ്റെ മനസ്സ് ഈ വിശുദ്ധമാരത്തിലുടനീളം
ഈശോയുടെ ഓരോ പീഡാസഹനങ്ങളെ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മനുഷ്യവംശത്തോട് എത്രയേറെ കരുതൽ, എത്രയേറെ സ്നേഹം. അതുകൊണ്ടാണ് അവിടുന്ന് നമുക്ക് വേണ്ടി ജീവൻ വരെ വെടിയാൻ തയ്യാറായത്. കാരണം അത്രത്തോളമുള്ള ഒരു വലിയ സ്നേഹമായിരുന്നു ക്രിസ്തുവിന്റെ സ്നേഹം എന്നുള്ള തിരിച്ചറിവ് ഈ വിശുദ്ധവാരത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നാണ് അച്ഛനെ ഓർമ്മിപ്പിക്കാനുള്ളത്. അവൻ ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതയുടെ പുറത്താണ് ജെറുസലേമിലേക്ക് കടന്നു വരുന്നത്. കന്യകയിൽ നിന്ന് പിറന്ന ഈശോ നമുക്കറിയാം മാതാവിന്റെ വിശുദ്ധി പരിശുദ്ധി എന്നതിനേക്കാൾ അപ്പുറം അവന്റെ വിശുദ്ധമായ ജീവിതം ഒരു നൈർമല്യത്തോടുകൂടെ ആയിരിക്കണം അവന്റെ എൻട്രി എന്ന് പോലും ദൈവം നിശ്ചയിച്ചത് കൊണ്ടാണ് അമ്മയെ പോലും ഇങ്ങനെ ഉത്ഭവഭാവത്തിൽ നിന്ന് പോലും അവിടുന്ന് രക്ഷിച്ചത്. പിന്നീട് വചനം നമ്മൾ വായിച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതപ്പുറത്ത് തന്നെയാണ് ഈശോ ജെറുസലേമിലേക്ക് വരുന്നത്. ആരും ഇതുവരെ കയറി നിന്നിട്ടുണ്ടാവാൻ വഴിയില്ല. പത്രോസിന്റെ വള്ളത്തിൽ ആദ്യമായി കയറി നിന്ന് വചനം പ്രഘോഷിച്ചത് ഈശോ തന്നെയാണ്. പിന്നീട് സെഹിയോൻ മാളികയിൽ ആരും ഇതുവരെ ഉപയോഗിക്കാത്ത മാളികയായിരുന്നു അവൻ തന്റെ ശരീരരക്തങ്ങൾ വിശുദ്ധ കുർബാനയാക്കാനും ഉപയോഗിച്ചത്. ആരെയും അടക്കാത്ത ഒരു കല്ലറയിലാണ് അവനെ അടക്കിയത് എന്നുള്ളതും നമുക്കറിയാവുന്ന ഒരു സത്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നൈർമല്യത്തിന്റെ വിശുദ്ധിയുടെ ഒരു നറുമണം ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ നമ്മെ കുറേം കൂടെ നൈർമല്യമുള്ളവരാക്കി മാറ്റേണ്ടതുണ്ട്, വിശുദ്ധിയുള്ളവരാക്കി മാറ്റേണ്ടതുള്ള ഒരു ചിന്ത ഈ വിശുദ്ധവാരത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധവാരത്തിലേക്ക് കടക്കുന്ന ഈ ഓശാന തിരുനാളിൽ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായി വരണം. അതുകൊണ്ട് ഹൃദയത്തിന്റെ വലിയ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ഒരു ഓശാനകളായിട്ട് നമുക്ക് സമർപ്പിക്കാം. നമുക്കൊക്കെ ദൈവം എത്രയേറെ അനുഗ്രഹങ്ങളാണ് തന്നെ. പ്രത്യേകിച്ച് നമ്മുടെ മുഖമൊന്ന് വാടിയാൽ, നമ്മുടെ സ്വരം ഒന്ന് ഇടറിയാൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളി നമുക്ക് കൂടെയുണ്ട്. നമ്മുടെ മക്കൾ എത്രയേറെ സ്നേഹത്തോടു കൂടെയാണ് അപ്പനെയും അമ്മയൊക്കെ കാണുന്നത്. അവരുടെ മുഖം ഒന്ന് വാടുമ്പോൾ നമ്മുടെ മനസ്സ് ഇടറുന്നത് പോലെ എത്രയേറെ നൈർമല്യമാണ്, വിശുദ്ധിയാണ് ഓരോ കുടുംബ ബന്ധങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നന്ദിയോടുകൂടെ തന്നെ ഈ ഓശാനയിലേക്ക് നമുക്ക് പ്രവേശിക്കും. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു ഈ വിശുദ്ധവാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഈ ഓശാന തിരുനാളിൽ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുണയും നമുക്കും നമ്മുടെ ജീവിതങ്ങളിലും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വിശുദ്ധവാരം പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ആ ദൈവസ്നേഹത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമ്മുടെ നിലവിളികളുടെ ശബ്ദം വലിയ സ്തുതിഗീതങ്ങളായി ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓശാന തിരുനാൾ മംഗളം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എന്നേക്കും.